ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തിനെന്ന് വെച്ചാൽ ഇന്ത്യൻ റെയിൽവേയുടെ RRB ഗ്രൂപ്പ് ഡി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ RRB എക്സാമിനേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളവർ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അപേക്ഷിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരെ ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയാണ് നിലവിൽ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് 22/2/2025 വരെയായിരുന്നു അപേക്ഷിക്കാനുള്ള അവസാന തീയതി. എന്നാൽ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് 1/3/2025 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ അപേക്ഷിക്കാൻ സാധിക്കാത്തവരോ അല്ലെങ്കിൽ അപേക്ഷിക്കാൻ വിട്ടുപോയിട്ടുള്ളവരോ ഉണ്ടെങ്കിൽ എത്ര വേഗം ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുക. എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത്, എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ എത്ര വേഗം കാണുക. വീഡിയോ ലിങ്ക് സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷൻ്റെ എക്സാം ടോപ്പിക് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, സിലബസ് എങ്ങനെയാണ്, എന്തൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് പഠിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ എത്ര വേഗം കാണുക. അതിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വളരെ നല്ലൊരു റിക്രൂട്ട്മെൻറ്റാണ് ഇന്ത്യൻ റെയിൽവേയുടെ RRB ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ. ഏകദേശം 32,000-ഓളം വേക്കൻസികളുമായിട്ടാണ് നിലവിൽ ഈ ഒരു വർഷം റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളാരും മാക്സിമം ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 1/1/2025 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് 18 വയസ്സും അതുപോലെ തന്നെ 36 വയസ്സും കണക്കാക്കപ്പെടുക. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷം വരെയും SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷം വരെയും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ITI ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ NCVTയുടെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യം എക്സാമിനേഷനാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന്, അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ്. ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ. അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്കുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വരുന്നത് നോക്കുകയാണെങ്കിൽ ആദ്യം മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 35 കിലോഗ്രാമുള്ള ഭാരം 100 മീറ്റർ 2 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫസ്റ്റ് ഐറ്റം പാസ് കിടക്കുന്നതാണ്. അതിനായിട്ട് ഒരു ചാൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് 1000 മീറ്റർ റണ്ണിംഗ് ആണ്. 4 മിനിറ്റിനും 15 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ 2 കാര്യങ്ങളാണ് മെയിൽസിന് റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത്. ഇനി അടുത്ത ഫീമെയിൽസിന് നോക്കുകയാണെങ്കിൽ 20 കിലോഗ്രാമുള്ള ഭാരം 100 മീറ്റർ 2 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫസ്റ്റ് ഐറ്റം പാസ് കിടക്കുന്നതാണ്. ഇനി അടുത്ത രണ്ടാമത്തെ ഐറ്റം നോക്കുകയാണെങ്കിൽ 1000 മീറ്റർ റണ്ണിംഗ് ആണ്. 5 മിനിറ്റിനും 40 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ഫീമെയിൽസിന് റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്ര വേഗം ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.